പൈൽസിന്റെയും ഫിഷറിന്റെയും ഒക്കെ പേഷ്യൻസ് വരണ സമയത്ത് ഞാൻ എല്ലാവരുടെ ചോദിക്കുന്നതാണ് ഇത് എത്ര കാലമായി തുടങ്ങിയിട്ട് എന്നുള്ളത്. പൊതുവെ സ്ത്രീകളാവുമ്പോൾ പറയുന്ന ഉത്തരം എന്ന് പറയുന്നത് എനിക്ക് പ്രസവം തൊട്ടേ ഉണ്ട് എന്നുള്ളതായിരിക്കും. പലപ്പോഴും അവർ ഡോക്ടറെ കാണിക്കാൻ വന്നിട്ടുള്ളത് ഒരു 12 കൊല്ലത്തിന് ശേഷമോ അല്ലെങ്കിൽ മക്കൾക്ക് ഒരു 20 വയസ്സ് 25 വയസ്സൊക്കെ ആയിട്ടൊക്കെ ആയിരിക്കും. അപ്പൊ അത്രയും നാളും ഇവർ ഈ വേദന, ബ്ലീഡിങ് അങ്ങനെയുള്ള സ്ട്രഗിളിലൂടെ അല്ലെങ്കിൽ മെന്റലി ആയിട്ടും മാനസികമായിട്ടും ഫിസിക്കലി ആയിട്ടും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോയിട്ടുണ്ടായിരിക്കും. ഇപ്പൊ നോർമൽ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ശക്തമായിട്ടുള്ള പ്രഷർ കൊടുക്കുന്നത് വഴി അവിടെ മുറിവുകൾ ഉണ്ടാവാം. അല്ലെങ്കിൽ എപ്പിസിയോട്ടമിയുടെ വൂണ്ടുള്ളത് കൊണ്ട് ആ ഒരു ഭാഗത്ത് മുറിവുള്ളത് കൊണ്ട് അല്ലെങ്കിൽ സിസേറിയന്റേതായിട്ടുള്ള ഡിസ്കംഫേർട്ടും ബുദ്ധിമുട്ടും ഉള്ളത് കൊണ്ട് ടോയ്ലറ്റിൽ പോകാനുള്ള ഒരു മടി അല്ലെങ്കിൽ പിടിച്ചു വെക്കുന്ന ഒരു ടെൻഡൻസി പൊതുവെ കാണാറുണ്ട്. അത് പിന്നീട് ഭയങ്കരമായിട്ടുള്ള മലബന്ധത്തിലോട്ട് നയിക്കുകയും പിന്നെ ടോയ്ലറ്റിലോട്ട് പോകുമ്പോൾ അവിടെ മുറിവുകളും അതേപോലെ തന്നെ ബ്ലീഡിങ്ങും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതൊന്നും അല്ലാതെ ആ സമയത്ത് നമ്മൾ കഴിക്കുന്ന മരുന്നുകളുടെ ഫലമായിട്ടും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും. കോമൺ ആയിട്ട് കാണുന്ന മറ്റൊരു കാര്യമാണ് ഡോക്ടറെ കാണിക്കാതെ പലതരത്തിലുള്ള ആയുർവേദ മരുന്നുകൾ, ലേഹ്യങ്ങൾ, അങ്ങനെ ഒരുപാട് മരുന്നുകൾ നമ്മൾ ഡോക്ടറെ കാണിക്കാതെ എടുത്ത് കഴിക്കുന്നത് കൊണ്ട് മലബന്ധം ഉണ്ടാവും, എരിച്ചിലും നീറ്റലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ പ്രസവശേഷം ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്ന സമയത്ത് മലബന്ധം ഇല്ലാണ്ടിരിക്കുക അല്ലെങ്കിൽ ലൂസ് മോഷൻ ഇല്ലാണ്ടിരിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഒരിക്കൽ പൈൽസും ഫിഷറും വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് കാലാകാലത്തേക്ക് നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നൊന്നും വിചാരിക്കേണ്ട. ആ ഒരു സമയത്ത് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് മാറിക്കിട്ടും. അല്ലാണ്ട് നിങ്ങളുടെ മക്കൾക്ക് ഒരു 20, 30 അത്രയും വയസ്സായി അത്രയും കാലം ഒന്നും കാത്തിരിക്കേണ്ട ട്രീറ്റ്മെന്റിന്.